ഹലോ ഗൈസ്, രാവിലെ തന്നെ സെറ്റുമുണ്ടൊക്കെ എടുത്ത് അമ്മ എങ്ങോട്ടാന്നല്ലേ അമ്പലത്തിലേക്ക് പോവാട്ടോ. തൈപ്പൂയം വരാൻ പോവാട്ടോ. അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അച്ഛനും അമ്മയും മസാല ദോശയൊക്കെ ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല എരിവായിരുന്നു. അപ്പോൾ അതിന്റെ പിന്നാലെ ഞാൻ പ്രസാദം കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിട്ടോ. നല്ല കുത്തി അരിഞ്ഞ തണ്ണിമത്തൻ, അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, വേണ്ടുന്നത്ര പാല്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, വെറുതെ ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അങ്ങനെ അമ്മ അതെല്ലാവർക്കും സെർവ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. വയറും തണുക്കും, മനസ്സും തണുക്കും, എല്ലാം തണുക്കും. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് അമ്മ ഇട്ട് വെച്ച അടിപൊളി അച്ചാർ മുന്നിലിരിക്കുന്നത്. പിന്നെ വായ അടങ്ങിക്കൂലല്ലോ, എന്തായാലും ഒരു സ്പൂൺ എടുത്ത് കഴിച്ചേ പറ്റും. അങ്ങനെ അത് കഴിച്ചു കേട്ടോ. ആഹാ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അരവണ പായസം കഴിച്ചു കേട്ടോ. കഴിയാറായി. എന്നും സ്കൂൾ വിട്ട എൻ്റെ ഹോബി ഇതാ, ഇത് കഴിക്കുക. നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ ചോദിച്ചത് ബീച്ച് പോയാലോന്ന്. പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പുറപ്പെട്ടിറങ്ങി. ഞാനും സിദ്ധു അച്ഛനും കൂടി ആട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഇപ്പോൾ പോകട്ടോ, വേണമെങ്കിൽ കണ്ടോളി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സൺസെറ്റ്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ആ മനോഹരമായ കാഴ്ച ഞാൻ കണ്ടത്. ഇപ്പുറത്ത് മൂണും അപ്പുറത്ത് സണ്ണും. പിന്നെ ഞങ്ങൾ ഈ ഒരു സാധനത്തിൽ കയറണം വിചാരിച്ചിട്ടോ, പക്ഷെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സമയം കഴിഞ്ഞു. പിന്നെ സാരില്ല, അടുത്ത വട്ടം നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കടലിന്റെ നടുഭാഗം ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് നടന്നു. ഓക്കെ, ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോഴാണ് സിദ്ധുവിന്റെ കണ്ണിൽ ഈ ഒരു സാധനം പെട്ടത്. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അത് അവന് ട്രൈ ചെയ്യണമെന്നായി. സ്കേറ്റിംഗ് ബോർഡാണോ? കമന്റ് ചെയ്യണേ. അതേ ആൾക്കാർ ഇവിടെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോക്കോബാർ കഴിച്ചു. ഈ ഒരു മഞ്ഞക്കുഴലും കഴിച്ചിട്ടോ. ഞങ്ങളിവിടെ മഞ്ഞക്കുഴൽ എന്ന് പറയാം, നിങ്ങൾ എന്താ പറയാ? പിന്നെ ഈ ഒരു കടലും വാങ്ങിട്ടോ, പൊട്ടിച്ച് കഴിക്കണേ. ആടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ പണ്ടത്തെ മീൻപിടുത്തക്കാരെ വീടാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിൽ നിന്ന് ഇറങ്ങി. നേരെ പോയത് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലേക്കാണ് കേട്ടോ. അവിടെ മിഷൻ ഫെസ്റ്റ് ആണ്. സിദ്ധു പഠിക്കുന്ന സ്കൂളാട്ടോ. ഞാൻ 7 വരെ പഠിച്ചതും ഇവിടെ തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ LKG UKG സിദ്ധുവിനെ പഠിപ്പിച്ച സിസ്റ്റർ കണ്ടു കേട്ടോ. പിന്നെ വീട്ടിലെത്തി നേരെ ഫുഡ് കഴിച്ചു, കുറച്ച് മുന്തിരിയും കഴിച്ചു. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ.